നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണോ? ലെറ്റ്സ് നോ വാട്ട് ഈസ് എ പ്രാക്ടിക്കൽ ഡയറ്റ്. ഹായ്, ഐ എം നിനി സണ്ണി, യുവർ ന്യൂട്രീഷനിസ്റ്റ്. ഒരു പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, അതായത് ഇപ്പോൾ വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന സാധനം കൊണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഒരു പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളീസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി ഒരു ഡയറ്റിലേക്കൊക്കെ വരുമ്പോൾ രാവിലെ ഓട്സ് കഴിക്കുക, അല്ലെങ്കിൽ ടോസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ സ്മൂത്തീസ് കഴിക്കുക എന്നൊക്കെ പറയും. കുറച്ച് ദിവസം കഴിച്ച് കഴിയുമ്പോൾ നമ്മളിതൊക്കെ മടുക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ച് വന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഈ മസാലയുള്ളതാണെങ്കിലും ഈ പറയുന്ന പോലെ ഇഡ്ലി, ദോശ, പുട്ടു, മാപ്പം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതിനെ നമ്മൾ മിസ് ചെയ്ത് തുടങ്ങും. അപ്പം ആ ഒരു അവസ്ഥ വരാതെ എല്ലാ ദിവസവും നമുക്ക് ഇത് തന്നെ കഴിക്കാൻ പറ്റണം. എന്നാൽ അതിൻ്റെ റൈറ്റ് കോമ്പിനേഷനിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട്, പഴം, രണ്ടും കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അത് എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫുൾനെസ്സും തരും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ സ്പൈക്കപ്പും അവിടെ നടക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഇപ്പോൾ പുട്ടാണെങ്കിൽ കടലക്കറി, അതിൻ്റെ കൂടെ ഒരു കുറച്ച് സാലഡ്, ആ ഒരു രീതി വരുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ പ്രാക്ടിക്കൽ ഡയറ്റിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ തനതായിട്ടുള്ള മലയാളി രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ മലയാളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മിസ് ചെയ്തു എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കുന്നുമുണ്ട്. എന്നാൽ അതിൻ്റെ അളവിൽ അതിനെ പ്രോപ്പറായിട്ട് കഴിച്ച് മെലിയേണ്ടവർക്കും മെലിയാം, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് കഴിച്ച് ഡയബറ്റീസിനെ അണ്ടർ കൺട്രോൾ ആക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിച്ച് കൊളസ്ട്രോളിനെ അണ്ടർ കൺട്രോൾ ആക്കാം. ആ ഒരു രീതി പോകുന്നതാണ് ഈ പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലഞ്ചിനാണെങ്കിലും നമ്മൾ ചോറും കറിയും തരും. അപ്പം ആ ഒരു ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെന്തൊക്കെ പോകുമ്പോഴാണ് അത് നമുക്ക് വെയിറ്റ് വെക്കാത്ത രീതിയിലും നമ്മുടെ എല്ലാ അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെയൊക്കെ അണ്ടർ കൺട്രോളില്ല. അതായത് ഈ അസുഖങ്ങളെ ഒന്നും കൂട്ടാതെ തന്നെ ഈ ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റണം. ഇപ്പോൾ ഡിന്നർ ആണെങ്കിലും നമുക്ക് ആ ഒരു ടിപ്പിക്കൽ ഒരു മല്ലു രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. അതിനെയാണ് പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രീതിയിൽ കേട്ടോ, നമ്മുടെ മലയാളികളുടെ ഒരു കേരള ക്യുസീൻ്റെ രീതിയിൽ പറയുന്നത്. ബാക്കിയുള്ള ഓരോ ക്യുസീനിൽ വരുമ്പോൾ അവരവരുടെ ആ ഒരു നാട്ടിലെ തനതായ ഭക്ഷണങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കാർന്നോമാർ നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ അവർ നമുക്ക് ചെറുപ്പത്തിലെ തന്ന കുറേ ഫുഡില്ലേ, അതാണ് നമ്മുടെ ടേസ്റ്റ് ബഡ് ഫോം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയി അവിടെയൊക്കെ ചെന്ന് കുറേ ദിവസം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോറും കറിയും പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ഈ തനതായിട്ടുള്ള മലയാളി ഫുഡ് മിസ് ചെയ്യാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ബഡ് ഫോം ചെയ്തിരിക്കുന്നതും നമ്മൾ പഠിച്ചിരിക്കുന്നതും ഈ ഭക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു കൾച്ചറൽ ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്തിരിക്കുന്ന ആ ഫുഡ് വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്സാക്കാതെ തന്നെ ഒരു ഡയറ്റ് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനെയാണ് ഈ പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രാക്ടിക്കൽ ഡയറ്റിനകത്ത് വരുന്നത്, നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് കുറേ എക്സോട്ടിക് വെജിറ്റബിൾസ്, കുറേ സീസണിൽ കിട്ടാതെ കുറേ വെജിറ്റബിൾസ് ഇൻക്ലൂഡഡ് ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ബ്രോക്കലി എല്ലാ കടയിലും കിട്ടുന്ന ഒരു സാധനമല്ല, ബട്ട് ഇപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാലത്തൊക്കെ നമ്മളൊക്കെ ഡയറ്റ് കൊടുക്കുമ്പോൾ ഈ ബ്രോക്കലി ഒക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറയും, ഇനി അതത്ര അവൈലബിൾ അല്ല, ഭയങ്കര പാടാണ്, ഇന്ന ഒരു കടയിൽ പോകുമ്പോൾ അത് കിട്ടുള്ളൂ, സോ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡയറ്റ് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ സാധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കടയിൽ തന്നെ ചെന്ന് അത് മേടിക്കുമ്പോൾ അത് കിട്ടണം നമുക്ക്. അത് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ആ ഡയറ്റ് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ, ഒട്ടും ഫ്രണ്ട്ലി അല്ലാതായി മാറും. അപ്പം ആ ഒരു രീതിയിലേക്ക് പോവാതെ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റണം. അതും പ്രാക്ടിക്കൽ ഡയറ്റിനകത്ത് ഒന്നാണ്. പിന്നെ നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റണം. ഇപ്പോൾ ചില ഫുഡൊക്കെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പോൾ സാലഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപ്പിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്പം സാലഡ് മാത്രം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും അത് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൂഗിയായി പോകും. അപ്പോൾ അത് നമുക്ക് അത്ര കഴിക്കാൻ അത്ര സുഖം കാണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു കഷ്ടപ്പാടില്ലാതെ, അതായത് വീട്ടിൽ ഒരാൾ എടുക്കുമ്പോൾ അയാൾ വേറൊരു ഫുഡ് കഴിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം വേറൊരു ഫുഡ് കഴിക്കുന്നു, അവർക്ക് വേണ്ടി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം, നമുക്ക് വേണ്ടി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം, ആ ഒരു അവസ്ഥ വരാതെ ഒരു ഫാമിലീനെ മുഴുവൻ കൺസിഡർ, ഒരാളാണ് ഡയറ്റ് എടുക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഫുൾ ഫാമിലിയുടെ ഫുഡ് പാറ്റേണെ നമ്മൾ കൺസിഡർ ചെയ്തായിരിക്കും നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനെയാണ് ഈ പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ കിട്ടുന്ന സാധനങ്ങളായിരിക്കണം. നമുക്ക് ഇതിനു വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരരുത്. പിന്നെ നമ്മൾ മടുക്കാനും പാടില്ല. സോ ദാറ്റ്സ് all about a practical diet. പിന്നെ ഇനി കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ യു ക്യാൻ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്, റിഫോം വിത്ത് നിനി സണ്ണി. യു ക്യാൻ ഫോളോ ദാറ്റ് ആസ് വെൽ.